മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിച്ചു നോക്കണം സഹോദരാ. ഉർവ തങ്ങളുടെ കാലിന്റെ ഒരു വിരൽ പഴുക്കുകയാണ്. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന്റെ ഒരു വിരലിന് വല്ലാത്ത വേദനയാണ്. വൈദ്യന്മാരെ കാണിച്ചപ്പോ അവര് പറഞ്ഞു, തങ്ങളെ ഈ വിരൽ മുറിച്ചു മാറ്റണം, തങ്ങള് പഴുക്കാൻ തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് വിരൽ മുറിച്ചു മാറ്റണം തങ്ങള്. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. പടച്ച റബ്ബേ, കാലിന്റെ വേദന കൂടുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. കാലിന്റെ വേദന കൂടിയപ്പോ നടക്കാൻ കഴിയാതെ വന്നപ്പോ മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു വൈദ്യന്മാരെ രണ്ടാമതും കാണിക്കുകയാ. അവര് പറഞ്ഞു, തങ്ങളെ കാലിലേക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അവിടെ നിന്ന് പഴുപ്പ് വ്യാപിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് കാൽപ്പത്തി മുറിച്ച് മാറ്റണം തങ്ങള്. നേരത്തെ വിരല് മുറിച്ചാ മതിയായിരുന്നു, ഇപ്പൊ കാൽപ്പത്തി തന്നെ മുറിച്ച് മാറ്റേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതെന്നനുസരിക്കൂ. അങ്ങനെ മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു തന്റെ കാല് മുറിക്കുന്നതിന് വേണ്ടി സമ്മതിക്കുകയാണ്. വൈദ്യന്മാര് തയ്യാറാവുകയാ. കാല് മുറിക്കാനുള്ള തയ്യാറെടുപ്പോടെ മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് അവര് ലഹരി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്, കള്ള് കൊണ്ടുവന്ന് കൊടുക്കുകയാ. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഇത് കുടിക്കണം തങ്ങളെ, ഇത് കുടിക്കണം തങ്ങള്. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ കുടിക്കൂല. എന്തിനാണിത് കുടിക്കുന്നത്? തങ്ങളെ കാല് മുറിച്ചു മാറ്റുന്നതിന് വല്ലാത്ത വേദനയാ, താങ്ങാൻ കഴിയാത്ത വേദനയാ, അതുകൊണ്ട് ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഒരൽപ്പം ക്ഷമ കിട്ടുമല്ലോ, ഒരു സമാധാനം കിട്ടുമല്ലോ, വേദന കുറച്ചറിയാതിരിക്കാൻ കഴിയുമല്ലോ, അതുകൊണ്ട് കുടിക്കണമെന്ന് ഉർവ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോ ഉർവ തങ്ങൾ പറഞ്ഞു, കള്ളില് ശിഫയില്ല, എന്തു വന്നാലും ഞാൻ കുടിക്കൂല. വൈദ്യന്മാർക്ക് വല്ലാത്ത സങ്കടമായി. എങ്ങനെയാണ് പച്ചയായ ഒരു മനുഷ്യന്റെ കാല് വെട്ടിമുറിക്കുന്നത്? എങ്ങനെയാണ്? അവർ വല്ലാത്ത സങ്കടത്തിലായി. അവസാനം ഉർവ റളിയല്ലാഹു തആല അൻഹു വൈദ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചു മാറ്റിയാ പോരേ? അതിന് ഞാൻ തന്നെ ഒരു വഴി പറഞ്ഞു തരാം. എന്താണ് പറഞ്ഞു കൊടുത്ത വഴി എന്തെന്നറിയുമോ? ഞാൻ ഒളുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കാം, ഞാൻ ഒളുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കാം. ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചെന്ന് മനസ്സിലായ പറ്റുമെങ്കിൽ നിങ്ങൾ എൻ്റെ കാല് മുറിച്ചു മാറ്റിക്കോ. ഉർവ തങ്ങൾ അവിടെന്ന് പറയുകയാ. എന്നിട്ട് അവിടെ നിന്ന് ഒളുവെടുക്കുകയാണ്. ഉർവ തങ്ങൾ അവിടെ നിന്ന് ഒളുവെടുക്കുകയാണ്. പടച്ചവനെ, നമസ്കാരത്തിന് വേണ്ടി നിസ്കാരപ്പായിലേക്ക് കടന്നു വന്നു. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു നിയ്യത്ത് ചെയ്ത് കൈകെട്ടുകയാണ്. നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചടോ. അവിടെ നിന്ന് ഫാത്തിഹ ഓതുകയാണ്. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു സൂറത്തുൽ മുസമ്മിലാണ് പാരായണം ചെയ്യുന്നത്. യാ അയ്യുഹൽ മുസമ്മിൽ ഖും الليل إلا قليلا نصفه أو انقص منه قليلا. സൂറത്തുൽ മുസമ്മിൽ ഓതികെട്ടവിടുന്ന് പാരായണം ചെയ്യുകയാണ്. നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു എന്ന് മനസ്സിലായപ്പോ വൈദ്യന്മാര് ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് മുറിക്കാൻ തീരുമാനിച്ചടോ. ഏതെങ്കിലും ഒരു സിനിമയുടെ കഥയല്ലടാ ചെറുപ്പക്കാരാ പറയുന്നത്. ആർക്ക് വേണമെങ്കിലും ഉർവ തങ്ങളുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കാം. നമസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാലുണ്ടല്ലോ, വൈദ്യന്മാര് മുറിച്ചു മാറ്റുകയാ. അവിടെ നിന്നൊരു കാലങ്ങ് മുറിച്ചു മാറ്റിയടോ. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹു അനങ്ങുന്നില്ല. ഒരു കാല് വെട്ടി മുറിച്ചിട്ട് അറിഞ്ഞില്ലടാ ചെറുപ്പക്കാരാ. പടച്ചവനെ, നിസ്കാരത്തിലാണല്ലോ, അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുകയാണല്ലോ, ഒറ്റക്കാലിൽ നിന്ന് നിസ്കരിക്കുകയാണ്. തന്റെ മുറിച്ച കാലിൽ നിന്ന് പൈപ്പ് പൊട്ടിയിട്ട് വെള്ളമൊഴുകുന്നത് പോലെ ഉർവ തങ്ങളുടെ കാലിലൂടെ രക്തമൊഴുകുകയാ. എന്ത് ചെയ്തിട്ടും പടച്ചവനെ ബ്ലഡ് നിൽക്കുന്നില്ല. അവസാനം വൈദ്യന്മാരെന്ത് ചെയ്തെന്നറിയുമോ?
സൈത്തെണ്ണ തിളപ്പിക്കുകയാ. പെട്ടെന്ന് ബ്ലഡ് നിൽക്കാനുള്ള വഴിയാണ് സൈത്തെണ്ണ തിളപ്പിച്ചിട്ടാ കാലിലങ്ങ് മുക്കുന്നത്. പടച്ചവനെ സൈത്തെണ്ണ തിളപ്പിച്ചു കൊണ്ടുവന്ന് അതാ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ച കാലുണ്ടല്ലോ, ആ കാലിലേക്കങ്ങ് മുക്കുകയാ. പടച്ച റബ്ബേ, ഉർവ തങ്ങളെപ്പോഴും നമസ്കാരത്തിലോ തിളച്ച എണ്ണ മുക്കിയിട്ട് പോലും ഉർവ റളിയല്ലാഹു തആല അൻഹു അറിയുന്നില്ല. കാരണം ഓതുന്ന ആയത്തേതെന്നറിയുമോ? ഉർവ തങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചൊരായത്തോതുകയാണ്. ഏതായത്താ ഓതുന്നതെന്നറിയുമോ? ഇന്നലദൈനാ അൻകാലം വജഹീമാ. അല്ലാഹുവിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ, ആ നരകത്തെ കുറിച്ച് പറയുന്ന ആയത്താണ് ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്തിങ്ങനെ ആവർത്തിച്ച് പാരായണം ചെയ്യുകയാ. അവസാനം പടച്ചവന് ഉർവ തങ്ങൾ അവിടുന്ന് തളർന്ന് താഴെ വീഴുകയാണ്. ബോധം നഷ്ടപ്പെട്ടു പോയി. പടച്ചവരെ കാലിലേക്ക് മരുന്ന് വെച്ച് കെട്ടി. വൈദ്യന്മാരെല്ലാവരും സങ്കടത്തിലാണ്. ഉർവ തങ്ങൾക്ക് ബോധം വരുമ്പോ കാല് മുറിച്ചു മാറ്റി എന്ന് പറഞ്ഞ സങ്കടം വരുമല്ലോ. അല്ലാ, എങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വൈദ്യന്മാര് സങ്കടത്തോടെ നിൽക്കുമ്പോ ഉർവ തങ്ങളുടെ കുടുംബക്കാരൻ ഓടി വരികയാണ്. എവിടെ ഉർവ തങ്ങൾ വിട്, എവിടെ ഉർവ തങ്ങൾ വിട് എന്ന് ചോദിച്ചുകൊണ്ടൊരു കുടുംബക്കാരൻ ഓടി വരികയാണ്. വൈദ്യന്മാര് ചോദിച്ചു, എന്തിനാ തിരയുന്നത്? അവിടെന്ന് പറയുകയാ, ഉർവ തങ്ങളുടെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, ഉർവതങ്ങളുടെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, പടച്ചവനെ ഒട്ടകത്തിന്റെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു പോയി. തന്റെ പൊന്നാര മകന്റെ മരണവാർത്തയുമായിട്ടാണ് കടന്നു വരുന്നത്. കാല് മുറിച്ച് കിടക്കുന്ന മനുഷ്യനാണ്. ആ കാല് മുറിച്ചത് പോലും അറിഞ്ഞിട്ടില്ല. അപ്പോഴാണ് മകന്റെ മരണവാർത്ത വരുന്നത്. വല്ലാത്ത സങ്കടമായിടോ. അവസാനം ഉർവ റളിയല്ലാഹു തആല അൻഹുവിന് ബോധം തിരിച്ചു വന്നു. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ കാല് മുറിച്ചു മാറ്റി തങ്ങളെ. നിങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ അവിടത്തെ കാല് മുറിച്ചു മാറ്റി എന്ന് പറയുമ്പോ ഉർവ തങ്ങൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹ് അൽഹംദുലില്ലാഹ്. അവിടെന്ന് പറഞ്ഞു, തങ്ങള് ഏറ്റവും ചെറിയ മകനവിടെന്ന് മരണപ്പെട്ടു പോയി തങ്ങള്. അപ്പോഴും ഉർവ തങ്ങൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹ് അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും വല്ലാത്ത അത്ഭുതമായല്ലോ, എല്ലാവർക്കും വല്ലാത്ത അത്ഭുതമായി. എന്തേ തങ്ങളെ അൽഹംദുലില്ലാഹ് പറയുന്നത്? ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹു രണ്ട് കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ. രണ്ട് കാലുമില്ലാത്ത ആയിരക്കണക്കിന് പേര് ഭൂമിയിലുണ്ടല്ലോ. നടക്കാൻ കഴിയാതെ ഇടഞ്ഞ് നടക്കുന്നവരുണ്ടല്ലോ. അല്ലാഹു എനിക്ക് ഒരു കാലെങ്കിലും ബാക്കി വെച്ചല്ലോ. അൽഹംദുലില്ലാഹ്. മഹാനായ ഉർവ തങ്ങൾ പറയുകയാണ്, 7 മക്കളെ തന്നിട്ട് ഒരെണ്ണത്തെയല്ലേ അല്ലാഹു തിരിച്ചെടുത്തുള്ളൂ. എന്റെ ഒരു മോനെയല്ലേ അല്ലാഹു തിരിച്ചെടുത്തുള്ളൂ. ബാക്കി മക്കൾ അല്ലാഹു ജീവനോടെ തന്നല്ലോ. അൽഹംദുലില്ലാഹ്. ഉർവ തങ്ങൾ അവിടെന്ന് പറയുകയാണ്. പിന്നെ നോക്കുമ്പോ ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ്. വല്ലാതെ സങ്കടത്തോടെ കരയുകയാണ്. എന്തിനാണ് തങ്ങളെ കരയുന്നതെന്ന് ചോദിച്ചപ്പോ, ചെറുപ്പക്കാരാ കേൾക്കണേ പൊന്നുമോനെ, എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇനി പഴയതുപോലെ അള്ളാഹിനോട് നന്ദി കാണിക്കാൻ പറ്റില്ലല്ലോ. ഇനി ഒരുപാട് നേരം
നേരം എനിക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ അല്ലാ. ഇനി പഴയതുപോലെ ഒരുപാട് നന്ദി ചെയ്യാൻ കഴിയില്ലല്ലോ അല്ലാ. ആ സങ്കടം കൊണ്ടാണ് കരഞ്ഞു പോയതെന്ന് പറയുമ്പോ അല്ലാഹു കാല് തന്നു, കയ്യ് തന്നു, കണ്ണ് തന്നു, എല്ലാം തന്നിട്ടും അല്ലാഹനെ മറന്നു നടക്കുന്നവരാണ് നമ്മളിൽ പലരും. പടച്ചവര് നമ്മൾ നന്ദിയില്ലാത്തവരായി പോകുന്നടോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം, ആ നൂഹ് നബിയുടെ ചരിത്രം പറയുമ്പോ അല്ലാഹു പറയുന്നു, ഇന്നഹു കാന അബ്ദൻ ശകൂറാ. ആ പ്രവാചകൻ ഒരു നന്ദിയുള്ള പ്രവാചകനാണെന്ന് അല്ലാഹു പരിചയപ്പെടുത്തുമ്പോ ആ പ്രവാചകന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്തെന്നറിയുമോ? ആ പ്രവാചകൻ എന്തു ചെയ്താലും പറയുമായിരുന്നു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ ആ ഒരു നല്ല സ്വഭാവം ഞങ്ങൾക്കും നൽകണേ അല്ലാ. ആ നല്ല ഒരു ഗുണം ഞങ്ങൾക്കും നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നന്ദിയുള്ള അടിമയെന്ന് പരിചയപ്പെടുത്തിയ രണ്ടാമത്തെ പ്രവാചകനാരാ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, ഇബ്രാഹിം നന്ദിയുള്ള അടിമയാണ്, ഇബ്രാഹിം നന്ദിയുള്ള അടിമയാണ്. ആ ഇബ്രാഹിം നബിയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കടോ. ആ ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു ഗുണപാഠം എന്തെന്നറിയുമോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. റബ്ബേ, ഭക്ഷണം കൊടുക്കുന്നതിന് വല്ലാതെ ഇഷ്ടപ്പെട്ട പ്രവാചകനാ. ഭക്ഷണം കൊടുക്കാൻ വല്ലാത്ത ആഗ്രഹമായിരുന്നു. ഇബ്രാഹിം നബി ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. ഇബ്രാഹിം നബി ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. പടച്ചവനെ, ഭക്ഷണം കഴിക്കാൻ സമയമായാൽ ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇബ്രാഹിം നന്ദിയുള്ള അടിമയാണ്. ആ ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ ഇബ്രാഹിം നബിയുടെ ഒരു പ്രത്യേകത, ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കൂല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലും ഉസ്താദന്മാർക്കും മുതഅല്ലിമീങ്ങൾക്കും തങ്ങന്മാർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ വലിയ മനസ്സുള്ള ഒരുപാട് പേരുണ്ട്. അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, വീട്ടിൽ വിരുന്നുകാരൻ വന്നു, നീ ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോൾ നീ പോയി ചോദിക്കും വല്ലതും വേണോ എന്ന്. അങ്ങോട്ട് പോയി ചോദിക്കും, ഭക്ഷണം വല്ലതും വേണോ എന്ന് അങ്ങോട്ട് ചോദിക്കും. വീട്ടിൽ വന്ന ഒരാളും തായ് എന്ന് പറയില്ല. സത്യത്തിൽ ഭക്ഷണം എടുത്തു വെച്ചിട്ട് വാ കഴിക്കാൻ വാ എന്ന് പറഞ്ഞ് വിളിക്കണം. നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നവരാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകത, ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോൾ ഇറങ്ങി നടക്കും, പാവങ്ങളെ തെരഞ്ഞ്. ഒരിക്കലും ഇറങ്ങി നടന്നു, ഒരിക്കൽ ഇങ്ങനെ നോക്കി നടന്നു, ആരെയും കിട്ടിയില്ല. നോക്കിയപ്പോൾ വഴിയിലൊരു ചങ്ങാതി കണ്ടു, വാ ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭക്ഷണം എടുത്തു വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ബിസ്മി പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഈ ചങ്ങാതി ബിസ്മി ഒന്നും പറഞ്ഞില്ല, വാരി തിന്നാൻ തുടങ്ങി. അപ്പോൾ ഇബ്രാഹിം നബി ചോദിച്ചു, നീ എന്താ ബിസ്മി പറയാത്തെ? അപ്പോൾ ആ ചങ്ങാതി ചോദിച്ചു, ബിസ്മീൻ എന്ന് പറഞ്ഞാൽ എന്താന്ന്? ആ ചങ്ങാതി മുസ്ലിം ആയിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പെട്ടെന്ന് ദേഷ്യം വന്നു. മുസ്ലിം അല്ലേ, അവിടെ നിന്ന് ഇറക്കി വിട്ടു ആ മനുഷ്യനെ. അയാൾ വളരെ സങ്കടത്തോടുകൂടി ഇറങ്ങിപ്പോയി. ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ വല്ലാത്ത സങ്കടത്തിൽ ഇറങ്ങിപ്പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഇബ്രാഹിം, ആ മനുഷ്യൻ ഇത്രയും കാലം ഭക്ഷണം കൊടുത്തതാരാ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ നീയാ കൊടുത്തേ. ഓൻ എന്നെ വിശ്വാസമില്ലാത്തവനാണെന്ന് എനിക്കറിയാം, എന്നിട്ട് ഞാൻ അവൻ ഇത്രയും കാലം ഭക്ഷണം കൊടുത്തു, ഒരു നേരം നിനക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു വഴക്കു പറഞ്ഞു. ഇബ്രാഹിം നബി ഇറങ്ങി ഓടാൻ തുടങ്ങി. ആ ഇറങ്ങിപ്പോയ മനുഷ്യനെ തേടിയിട്ട് ഇബ്രാഹിം നബി പുറകെ പോയി. അയാൾ വിചാരിച്ചു ഉപദ്രവിക്കാൻ വരാന്ന്. അയാളോട് ഇബ്രാഹിം നബി കൂടെ ഓടി. അവസാനം ഓടിച്ചെന്ന മനുഷ്യന്റെ കൈ പിടിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാതെ ഇന്ന് നിന്നെ ഞാൻ വിടൂല. അയാൾ ചോദിച്ചു, നിങ്ങൾ എന്ത് എന്നെ കളിയാക്കുന്നോ? നിങ്ങൾ എന്നെ ഇറക്കിവിട്ടെ, നിങ്ങളല്ലേ ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് എന്നെ ഇറക്കിവിട്ടെ, പിന്നെ എന്താ ഇപ്പൊ പ്രത്യേകിച്ച്? ഇബ്രാഹിം നബിയുടെ കണ്ണ് നിറയാൻ തുടങ്ങി. ഇബ്രാഹിം നബി പറഞ്ഞു, എൻ്റെ വീട്ടിൽ വന്ന് കഴിക്കാതെ ഞാൻ നിങ്ങളെ വിടൂല. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, എന്തു പറ്റി നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് മനസ്സു മാറാൻ? അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്, എൻ്റെ റബ്ബെന്നെ വഴക്കു പറഞ്ഞു. ഭക്ഷണത്തിൻ്റെ മുമ്പിൽ നിന്ന്
ഒരു വിശ്വാസിയല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങളെ ഇറക്കി വിട്ടതിൻ്റെ പേരിൽ എൻ്റെ റബ്ബെന്നെ വഴക്കു പറഞ്ഞു. ആ മനുഷ്യൻ ചോദിച്ചു, ഒരു വിശ്വാസിയല്ലാത്ത എൻ്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോൾ നിങ്ങളുടെ റബ്ബ് എന്നെ നിങ്ങൾ വഴക്ക് പറഞ്ഞെങ്കിൽ ആ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒരു സ്വഭാവ ഗുണമാണ്. ഒരിക്കൽ ഇങ്ങനെ തെരഞ്ഞു നടന്നു, ഭക്ഷണം എടുത്തു വെച്ചിട്ട് ഒരാളെ കിട്ടാതെ വന്നപ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. പടച്ചവനെ, ഉച്ച കഴിഞ്ഞോ വൈകുന്നേര സമയമായിട്ടും ആളെ കിട്ടാതെ വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇരുന്ന് കരയുകയാ. ഇബ്രാഹിം നബി ഇരുന്ന് കരയുകയാണ്. ഭക്ഷണം കഴിക്കാൻ ഒരാളെ കിട്ടാതെ വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സങ്കടത്തോടെ കരയുന്നത് കണ്ടപ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു, പടച്ച റബ്ബേ, ഞങ്ങൾ പോകട്ടെ അല്ലാ, ഞങ്ങൾ മനുഷ്യന്റെ രൂപത്തിൽ പോകട്ടെ അല്ലാ. മലക്കുകൾക്ക് പോലും ആ രംഗം കണ്ടിട്ട് സങ്കടം വന്നടോ. അങ്ങനെ അള്ളാഹുവിനോട് മലക്കുകൾ അനുവാദം ചോദിച്ചിട്ട് മനുഷ്യന്റെ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഇബ്രാഹിം നബി അവരെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. ഇബ്രാഹിം നബി അവരെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. ആ സമയത്ത് അവർ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഞങ്ങൾക്ക് കുഷ്ഠരോഗമാണ്, ഞങ്ങളുടെ കൂടെ ആരെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിക്കുമോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അൽഹംദുലില്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് എത്രയും വലിയ ഒരു പരീക്ഷണം തരണമെങ്കിൽ, അല്ലാഹുവേ, കുഷ്ഠരോഗമെന്ന് പറയുന്ന ഒരു രോഗം അല്ലാഹു നിങ്ങൾക്ക് തരണമെങ്കിൽ അത്രത്തോളം അല്ലാഹുവിന് നിങ്ങളെ ഇഷ്ടമായത് കൊണ്ടല്ലേ, അല്ലാഹുവിന് അത്രത്തോളം നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ അല്ലാഹു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വലിയ പരീക്ഷണം തന്നത്. നിങ്ങളുടെ കൂടെ ഇരുന്ന് വേണം കഴിക്കാൻ, വയല് കേൾക്കാമെന്നവരെ അല്ലാഹു സങ്കടം തരുന്നത് വെറുപ്പുള്ളത് കൊണ്ടല്ല, നിന്നോട് വൈരാഗ്യമുള്ളത് കൊണ്ടല്ല. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു ഒരുപാട് പരീക്ഷണങ്ങൾ തരുമടോ, അല്ലാഹു ഒരുപാട് വേദനിപ്പിക്കുമടോ. അത് മനസ്സിലാക്കാൻ കഴിയണം സഹോദരാ. അല്ലാഹു സങ്കടം തരുന്നത്, നിനക്ക് ദുഃഖം തരുന്നത്, നിനക്ക് രോഗം തരുന്നത്, നിനക്ക് കടം തരുന്നത്, അല്ലാഹു പ്രയാസങ്ങൾ തരുന്നത് എന്തിനെന്നറിയോ? വെറുപ്പായത് കൊണ്ടല്ല ഉമ്മാ, വല്ലാത്ത സ്നേഹം കൂടിയത് കൊണ്ടാ. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകത എന്താ? ഒറ്റക്കിരുന്ന് ഭക്ഷണം കഴിക്കൂല, ഒറ്റക്കിരുന്ന് ഭക്ഷണം കഴിക്കൂല. അതുകൊണ്ട് പടച്ചവരെ, ആ ഗുണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമടോ. ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ, അതാ മുതഅല്ലിമീങ്ങൾക്ക്, ഉസ്താദന്മാർക്ക്, പടച്ചവനെ, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത പാവങ്ങളുണ്ടല്ലോ, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താ വല്ലാത്ത പ്രതിഫലമാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അത് നിസാരമായി കാണരുതടോ. വിശക്കുന്നവന് ഭക്ഷണം കൊടുത്താ കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് നിനക്കറിയാജട്ടാ. പടച്ചവനെ, മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാറ്, ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുക്കാറ് വല്ലാതെ മടി കാണിക്കുന്ന പലരുമുണ്ടടോ. പെങ്ങളെ, നിനക്കതിന്റെ പ്രതിഫലത്തെക്കുറിച്ച് അറിയാജട്ടാ. വിശക്കുന്നവന് ഭക്ഷണം കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? പണ്ടത്തെ പ്രായമുള്ള ഉപ്പമാര് മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാറ് അവർക്ക് വല്ലാത്ത ഉത്സാഹമായിരുന്നു. അവര് പടച്ചവനെ, പള്ളി ദറസിൽ പഠിക്കുന്ന മുതഅല്ലിമിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാ. ഞാൻ ഭക്ഷണം കൊടുക്കാം, എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആ മക്കളെ വിളിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്, ഒരുപാട് ഉമ്മമാരുണ്ട്. അവർക്കറിയാം അതിൻ്റെ പ്രതിഫലം എന്തെന്ന്. എന്താണ് പ്രതിഫലമെന്നറിയുമോ? വിശക്കുന്നവന് ഭക്ഷണം കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യും, പടച്ചവന് എനിക്ക് നീ സ്വർഗ്ഗം തരണേ അല്ലാ.
നമ്മൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുന്നവരാ. എപ്പോൾ ദുആ ചെയ്താലും, നിസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിലും, ഖുർആൻ ഓതിയിട്ടാണെങ്കിലും, സദക്ക കൊടുത്തിട്ടാണെങ്കിലും, മരണ വീട്ടിലാണെങ്കിലും, കല്യാണ വീട്ടിലാണെങ്കിലും, വഅദ് പറയുന്ന മജ്ലിസിലാണെങ്കിലും, എപ്പോഴും അല്ലാഹുവിനോട് എന്ത് ചോദിക്കാൻ മറന്നു പോയാൽ സ്വർഗം തരണേ, സ്വർഗം തരണേ, സ്വർഗം തരണേ എന്ന് ചോദിക്കാൻ മറക്കാറില്ലല്ലോ. റമളാനിന്റെ 30 ദിനങ്ങളിൽ എപ്പോൾ ദുആ ചെയ്താലും അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, അപ്പോഴും സ്വർഗം കിട്ടാ ദുആ ചെയ്യുന്നവരല്ലോ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവര്, നമ്മളെല്ലാവരും അല്ലാഹുവിനോട് സ്വർഗം തരണേ എന്ന് ദുആ ചെയ്യുമ്പോ ആ സ്വർഗം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. നമ്മുടെ സ്വർഗം കിട്ടാൻ ദുആ ചെയ്യുമ്പോ സ്വർഗം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. അല്ലാഹ് 4 വിഭാഗം ആൾക്കാർ എനിക്ക് തരണേ അല്ലാഹ്. ആരാ ദുആ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. ചെറുപ്പക്കാരാ, നീ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന അള്ളാന്റെ സ്വർഗമുണ്ടല്ലോ. മോനെ, 33 വയസ്സാടാ. വിശ്വാസമുണ്ടെങ്കിലും വിശ്വാസമില്ലെങ്കിലും എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, അള്ളാന്റെ സ്വർഗത്തിൽ എല്ലാവർക്കും 33 വയസ്സാ. പടച്ചവനെ, അവിടെ പ്രായമുള്ളവരില്ല, കുട്ടികളില്ല, എല്ലാവർക്കും 33 വയസ്സാണ്. ആണിനും പെണ്ണിനും 33 വയസ്സാണ്. അവിടെ കറുത്തവരില്ല, വെളുത്തവരില്ല, വെളുപ്പ് കൂടിയവരില്ല, ഇരുനിറമുള്ളവരില്ല. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ എല്ലാവർക്കും ഒരേ ഒരു ഗ്ലാമറാ. ആരുടെ സൗന്ദര്യമെന്നറിയുമോ? ഈജിപ്തിലെ പെണ്ണുങ്ങൾ കൊട്ടാരത്തിലിരിക്കുമ്പോ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോ ആ യൂസുഫിന്റെ ഗ്ലാമർ കണ്ടിട്ട് കയ്യിലിരുന്ന കത്തി കൊണ്ട് അറിയാതെ കൈവിരൽ പോലും മുറിച്ചു പോയെന്ന് പറയുന്ന ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമാ. അള്ളാന്റെ സ്വർഗത്തിൽ പോകുന്നവർക്ക് എല്ലാവർക്കും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമെന്നാണ്. അവിടെയാണ് മോനെ അള്ളാഹു അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. അവിടെ പാലരുവികളും തേനരുവികളും ഒഴുകുകയാണ്. അവിടെ കഷ്ടപ്പാടില്ല, ദുരിതമില്ല, പ്രയാസമില്ല, ദാരിദ്ര്യമില്ല, പട്ടിണിയില്ല. അവിടെ വഅദ് കേൾക്കണ്ട, വഅദ് പറയണ്ട, നിസ്കരിക്കണ്ട, നോമ്പ് പിടിക്കണ്ട, അവിടെ ദിക്റ് പറയണ്ട. എന്ത് വേണമെങ്കിലും തിന്നാം, എന്ത് വേണമെങ്കിലും കുടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്തിനാണിത് ചെയ്തതെന്ന് ചോദിക്കാൻ പോലും ഒരാളില്ല. പടച്ചവനെ, അവിടെ ആസ്വാദനമാണല്ലോ, അവിടെ അടിച്ചുപൊളിയാണല്ലോ. നിനക്ക് വേണ്ടതെല്ലാം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടുപാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കും നീയൊരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. എല്ലാം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് സ്വർഗമാവോരെ. ആ സ്വർഗം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. പടച്ചവരെ, പടച്ചവരെ, 4 വിഭാഗത്തെ എനിക്ക് തരണേ അല്ലാ. 4 വിഭാഗം ആൾക്കാർക്ക് എന്നെ തന്നെ കൊടുക്കണേ അല്ലാ എന്ന് സ്വർഗം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. ആ ദുആ ചെയ്യുന്ന സ്വർഗം കാത്തിരിക്കുന്ന 4 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുമോ? മുതഇമുൽ ജിയാർ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവനോ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവനോ, തന്റെ മുമ്പിൽ വരുന്നവന് വെറും കയ്യോടെ മടക്കാത്തവനോ. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകതയാണ്. ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ ഖലീലാണ്. അല്ലാഹുവേ, ആ മനസ്സു നൽകണേ അല്ലാ. പടച്ച റബ്ബേ, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാക്കണേ അല്ലാ.
റഹ്മാനായ അല്ലാ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. പടച്ചവനെ, സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയോ, നിങ്ങളുടെ ഒരാളുടെയും 5 നയാ പൈസ അല്ലാഹുവിന് ആവശ്യമില്ല. നമ്മളുടെ ഒരാളുടെയും 5 നയാ പൈസ അല്ലാഹുവിന് ആവശ്യമില്ല. ആവശ്യക്കാര് നമ്മൾ തന്നെയാണ്, ആവശ്യക്കാര് നമ്മൾ തന്നെയാണ്. നബി തങ്ങൾ പറഞ്ഞല്ലോ, അസ്സദഖതു റദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബക്കറ്റില്ലേ? സംഘാടകരൊന്നും ഇല്ലേ? ബക്കറ്റില്ലേ? ഉണ്ടോ? അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സദഖതു റദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. മാരകമായ രോഗങ്ങള്, അറുത്തുമുറിക്കുന്ന രോഗങ്ങള്, അപകടങ്ങളെ തൊട്ട് കാക്കുമെന്നാണ്. അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയോ. സഹോദരാ, എത്രയോ അപകടങ്ങൾ കാണുന്നവരാണ്, എത്രയെത്ര അപകടങ്ങൾ കണ്ണിന്റെ മുമ്പിൽ കാണുന്നവരാണ്. പടച്ചവൻ ദുരന്തങ്ങൾ കാണുന്നില്ലേ? മാരകമായ രോഗങ്ങള്. അതാ ഒരു കുടുംബത്തിൽ ഇന്നൊരാൾക്ക് ക്യാൻസർ ഉണ്ടോ, കിഡ്നി രോഗികൾ വല്ലാതെ വർദ്ധിക്കുകയാണ്. പടച്ചവനെ, കേട്ടറിവ് പോലുമില്ലാത്ത രോഗങ്ങളാണ്. പടച്ചവരെ, ഇന്നലെയും പടച്ചവനെ ഞാൻ ജോലി ചെയ്യുന്ന മഹല്ലില് ഒരു പിതാവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ, 4 വയസ്സുള്ള കുഞ്ഞിന്റെ കാലിൽ ഒരു ചെറിയ മുഴ കാണുകയാ. പടച്ചവരെ, ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസർ ആണ്. റബ്ബേ, ശിഫ കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാണ്, എടോ, ഏത് രോഗത്തെയും കരിച്ചു കളയാറ് സദഖയ്ക്ക് പവറുണ്ടോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നമ്മൾ പറയാറുണ്ട്, ഉസ്താദേ, ഒരുപാട് മരുന്ന് കഴിച്ചു, എന്നിട്ട് എന്റെ രോഗം മാറുന്നില്ല, എന്റെ വേദന മാറുന്നില്ല. ഉമ്മമാരേ, രോഗം മാറാൻ ഒരു മരുന്ന് നബി തങ്ങൾ പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒരു മരുന്ന് പറഞ്ഞു തരികയാണ്. ഏതാണ് മരുന്നെന്നറിയുമോ? അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുന്നവരാണ്, അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുന്നവരാണ്. നിന്റെ മുമ്പിലേക്ക് ബക്കറ്റ് വരികയാണ്, ഇത് നിന്റെ ചികിത്സയാ സഹോദരാ. നീ കൊടുക്കുന്ന 10 രൂപ കൊണ്ട് മാരകമായ രോഗങ്ങൾ അല്ലാഹു കരിച്ചു കളഞ്ഞ, രക്ഷപ്പെടുത്തിയ പടച്ചവനെ, അത് വല്ലാത്ത ഒരു നല്ല കാര്യമാണല്ലോ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കൂ. റബ്ബേ, സ്വീകരിക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരടിമയായിരുന്നു. ആ അടിമയുടെ ഏറ്റവും വലിയ ഒരു ഗുണമെന്തെന്നറിയുവോ? വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന പ്രവാചകരാ. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമതായിട്ടൊരു കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു കുടുംബത്തെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാ, ആ കുടുംബം നന്ദിയുള്ള കുടുംബമാ. നബിതങ്ങളെ കുറിച്ച് പറഞ്ഞു, അല്ലാഹുവേ, നൂഹ് നബിയെ കുറിച്ച് പറഞ്ഞു, ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവനെ ഖുർആനിലതാ ഒരു പ്രവാചകനെ കുറിച്ച് പറയുകയാ. ആ പ്രവാചകനെ കുറിച്ച് പറയുമ്പോ, യഅ്മലു ആല ദാവൂദ ശുക്റാ, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബമുണ്ടല്ലോ, ദാവൂദ്
ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബമുണ്ടല്ലോ, ആ കുടുംബം നന്ദിയുള്ള കുടുംബമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ദാവൂദ് നബിയുടെ കുടുംബം നന്ദിയുള്ള കുടുംബമാ. എന്താണ് ദാവൂദ് നബിയുടെ കുടുംബത്തിന്റെ പ്രത്യേകത? എന്താ? സുലൈമാൻ നബി അലൈഹിസ്സലാം ആ കുടുംബമാണല്ലോ. പടച്ചവനെ, ആ കുടുംബത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ? ദാവൂദ് നബിയുടെ വീട്ടിലൊരു ടൈം ടേബിൾ ഉണ്ടോ? ദാവൂദ് നബിയുടെ വീട്ടിലൊരു നിയമമുണ്ടോ? എന്താണ് നിയമമെന്നറിയുമോ? ഓരോരുത്തർക്കും ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി സമയം ഇങ്ങനെ നിശ്ചയിച്ചു കൊടുത്തിരിക്കുകയാ. ദാവൂദ് നബിക്കൊരു സമയമാണ്, മകനായ സുലൈമാൻ നബിക്കൊരു സമയമാണ്, ഭാര്യയ്ക്കൊരു സമയമാണ്. ഓരോരുത്തർക്കും പടച്ചവനെ നീ ഇത്ര മണിക്കൂർ ഇബാദത്ത് ചെയ്യണം, നീ ഇത്ര മണിക്കൂർ ഇബാദത്ത് ചെയ്യണം. ഓരോരുത്തർക്കും അവിടെ നിങ്ങനെ സമയം വേർതിരിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ കുടുംബം നന്ദിയുള്ള കുടുംബമെന്ന് പറയാൻ കാരണമെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് എപ്പോ ഭൂമിയിലേക്ക് നോക്കിയാൽ സുലൈമാൻ നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം, ആ പ്രവാചകന്റെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാ. അല്ലാഹു എപ്പോ നോക്കിയാലും 24 മണിക്കൂറിൽ എപ്പോ അല്ലാഹു ഭൂമിയിലേക്ക് നോക്കിയാൽ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ ഇബാദത്ത് ചെയ്യുകയാ. പടച്ചവനെ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബിയുടെ കുടുംബത്തിന്റെ ചരിത്രം പറഞ്ഞപ്പോ അല്ലാഹു പറയുകയാ, ദാവൂദിന്റെ കുടുംബം നന്ദിയുള്ള കുടുംബമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായി പറയുന്ന വാഗ്ദാനം എന്തെന്നറിയോ? കേൾക്കണേ ചെറുപ്പക്കാരാ, ഉപ്പമാരോട് ഉമ്മമാരോട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് പറയുകയാ, ഇത് അല്ലാഹു ചെയ്ത വാഗ്ദാനമാ. വളർന്നു വരുന്ന യുവതലമുറ നല്ലതുപോലെ പഠിക്കണം മോനെ, നീ ഒരുപാട് മനസ്സിലാക്കണം മോനെ. അല്ലാഹു പറയുകയാണ്, ലഇൻ ശകർതും ലഅസീദന്നകും. അല്ലാഹു പറയുന്ന ഒന്നാമത്തെ കാര്യം, ഞാൻ നിനക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് നിഅമത്ത് നിനക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഈ ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നീ നന്ദി രേഖപ്പെടുത്തണം.